നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള മലയാളി സമൂഹത്തിന്റെ പ്രാർത്ഥനകളും കാത്തിരിപ്പും ഒടുവിൽ സഫലമായി. സൗദി അറേബ്യയിൽ 2 പതിറ്റാണ്ടുകാലം നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം മോചിതനായി ജന്മനാട്ടിൽ തിരിച്ചെത്തി. ഒരുപക്ഷെ ഇത്തരത്തിൽ ജീവനോടെ തന്റെ നാട് കാണാൻ സാധിക്കുമെന്ന് റഹീം ഒരിക്കലും വിചാരിച്ചു കാണില്ല. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വ്യാഴാഴ്ച രാവിലെ 7:35 അദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വർഷങ്ങൾ നീണ്ട വിരഹത്തിന് വിരാമമിട്ട് ജന്മനാടിന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ റഹീം വികാരധീനനായി. തന്റെ മോചനത്തിനായി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുകയും ചെയ്ത ലോകമെമ്പാടുമുള്ള എല്ലാ നല്ലവരായ മനുഷ്യർക്കും അദ്ദേഹം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. വിമാനത്താവളത്തിലെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ റഹീം വൈകാതെ തന്നെ ഫറൂഖ് കോടാമ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് പോയി. റിയാദിലെ ജയിൽ അധികൃതർ തന്നെയാണ് റഹീമിനെ നേരിട്ട് എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയായെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ഈ മടക്കയാത്ര. റഹീമിന്റെ നിയമ പോരാട്ടങ്ങളിൽ തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവരും കുടുംബവും ഈ യാത്രയിൽ റഹീമിനെ അനുഗമിച്ചിരുന്നു. റഹീമിന്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കോടമ്പുഴയിൽ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മ ഫാത്തിമയാണ്. കൺമുന്നിൽ നിന്ന് മറഞ്ഞുപോയ മകനെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് നേരിൽ കാണണമെന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമായാണ് അവർ 20 വർഷമായി കഴിഞ്ഞത്. റഹീം വിമാനമിറങ്ങിയ വാർത്ത അറിഞ്ഞതോടെ കോടമ്പുഴയിലെ വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വലിയൊരു ജനസഞ്ചയമാണ് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. വലിയൊരു ദുരന്തത്തിന്റെ നിഴലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരിച്ചെത്തുന്ന നാടിന്റെ മകനെ വരവേൽക്കാൻ കോടമ്പുഴ ഒന്നടങ്കം ഒരുങ്ങി നിൽക്കുകയാണ്. 2006 നവംബർ 28 തന്റെ 26-ാം വയസ്സിൽ ഒരു സാധാരണ ഹൗസ് ഡ്രൈവർ വിസയിൽ അബ്ദുൾ റഹീം റിയാദിൽ വിമാനമിറങ്ങുന്നത്. കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങൾ മാറ്റാൻ ജീവിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് വണ്ടി കയറിയ ആ യുവാവിന്റെ ജീവിതത്തെ കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ വലിയൊരു ദുരന്തമായിരുന്നു. സൗദിയിലെത്തി കൃത്യം 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. സൗദി സ്വദേശിയായ ഫൈസ് അബ്ദുൾ റഹ്മാൻ അൽ ഷഹ്റിയുടെ ഭിന്നശേഷിക്കാരനായ 15 വയസ്സുള്ള മകൻ അനസ് അൽ ഫൈസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ പ്രധാന ജോലി. ചലനശേഷിയില്ലാത്ത ഈ കുട്ടിയെ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണ്ടായ ഒരു നിർഭാഗ്യകരമായ കൈപ്പിഴയാണ് റഹീമിന്റെ ജീവിതം ഇരുട്ടിലാക്കിയത്. കാറിലെ യാത്രക്കിടയിൽ കുട്ടിക്ക് കൃത്രിമമായി ശ്വാസം നൽകുന്നതിനായി ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ ട്യൂബിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും അത് അഴിഞ്ഞു പോവുകയുമായിരുന്നു. നിമിഷങ്ങൾക്കകം ശ്വാസം മുട്ടി കുട്ടി മരണത്തിന് കീഴടങ്ങി. മനഃപൂർവ്വമല്ലാത്ത ഒരു അപകടമായിരുന്നു ഇതെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു കൈപ്പിഴ മാത്രമാണെന്നും റഹീം കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയെങ്കിലും സൗദി നിയമപ്രകാരം അത് കൊലപാതക കുറ്റമായി മാറുകയായിരുന്നു. തുടർന്ന് 2006 ഡിസംബർ 26 റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിയാദിലെ ജയിലിലടച്ചു. പിന്നീട് നീണ്ട വിചാരണകൾക്കൊടുവിൽ 2012 സൗദി ക്രിമിനൽ കോടതി റഹീമിന്റെ വധശിക്ഷ വിധിക്കുകയും ചെയ്തു. വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ റഹീമിന്റെ മോചനം അസാധ്യമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ഗൾഫിലെ മലയാളി കൂട്ടായ്മകളും നാട്ടിലെ ജനകീയ സമിതിയും ചേർന്ന വലിയ നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വധശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പ് മരണപ്പെട്ട സൗദി ബാലന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു. എന്നാൽ അതിനായി അവർ ആവശ്യപ്പെട്ടത് 15 മില്യൺ സൗദി റിയാൽ, അതായത് ഇന്ത്യൻ രൂപ ഏതാണ്ട് 34,35,00,000 രൂപയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത ഈ ഭീമമായ തുക സമാഹരിക്കാൻ ആഗോള മലയാളി സമൂഹം ഒന്നടങ്കം കൈകോർക്കുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വെച്ചത്. അബ്ദുൾ റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി രൂപീകരിച്ച് ഒരു മൊബൈൽ ആപ്പ് വഴി ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികൾ ഒത്തുപിടിച്ചപ്പോൾ ദിവസങ്ങൾക്കകം 34 കോടിയിലധികം രൂപ സമാഹരിക്കപ്പെട്ടു. ഈ ബ്ലഡ് മണി സൗദി കുടുംബത്തിന് കൈമാറിയതോടെയാണ് 2024 ജൂലൈയിൽ റഹീമിന്റെ വധശിക്ഷ കോടതി ഔദ്യോഗികമായി റദ്ദാക്കിയത്. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും സൗദി അറേബ്യയിലെ പൊതു നിയമപ്രകാരമുള്ള തടവ് ശിക്ഷ റഹീമിന് അനുഭവിക്കേണ്ടതുണ്ടായിരുന്നു. ഇതനുസരിച്ച് റിയാദ് ക്രിമിനൽ കോടതി റഹീമിന് 20 വർഷത്തെ കഠിന തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ 20 വർഷത്തെ കൃത്യമായ തടവ് കാലാവധി കഴിഞ്ഞ മെയ് 20 സൗദി ജയിലിൽ ഔദ്യോഗികമായി അവസാനിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അധികൃതർ റഹീമിന്റെ മോചന ഉത്തരവിലും എക്സിറ്റ് വിസയിലും ഔദ്യോഗികമായി ഒപ്പുവെക്കുകയായിരുന്നു. റിയാദിലെ ഇമിഗ്രേഷൻ നടപടികൾ കൂടി പൂർത്തിയാക്കിയാണ് ഒടുവിൽ അദ്ദേഹം ജന്മനാട്ടിലേക്ക് തിരിക്കാനായി വിമാനത്തിൽ കയറിയത്.
26-ാം വയസ്സിൽ ജയിലറയ്ക്കുള്ളിലേക്ക് പോയ അബ്ദുൾ റഹീം തന്റെ 46-ാം വയസ്സിലാണ് പുതിയൊരു ജീവിതത്തിലേക്ക് കാൽവെച്ച് സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തുന്നത്. ആഗോള മലയാളികളുടെ കാരുണ്യത്തിന്റെ ഉദാത്തമായ പ്രതീകമായ റഹീമിന്റെ ഈ തിരിച്ചുവരവ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.